നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് ചേക്കേറിയാൽ എന്താ ബി ജെ പിക്ക് നഷ്ടങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് വ്യക്തമാണ്. നിതീഷ് കുമാറിനെ എൻ ഡി എയിലേക്ക് എടുത്തപ്പോൾ തന്നെ ഐക്യ ജനതാദൾ പല അവകാശവാദവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. അത് രാംവിലാസ് പാസ്വാൻ്റെ മകനായ ചിരാഗ് പാസ്വാനും പശുപതി പാരസിനും വലിയ തലവേദനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമതേ പശുപതി പാരസും ചിരാഗ് പാസ്വാനും തമ്മിൽ അടിയാണ്. അതിൻ്റെ കൂടെ എൽ ജെ പിക്ക് സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയാലോ? അവരാണെങ്കിൽ 6 എന്നുള്ളത് 8 ആക്കാൻ വേണ്ടി തീവ്രമായി നിൽക്കുന്നു. ഒടുവിൽ സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായി. അപ്പോഴും പല സിറ്റിംഗ് സീറ്റുകളുടെ കാര്യത്തിലും മുറുമുറുപ്പുണ്ട്. നിലവിൽ ചിരാഗ് പാസ്വാൻ മത്സരിക്കുന്നത് തൻ്റെ പിതാവിൻ്റെ സീറ്റായ ഹാജിപൂരിലാണ്. ജമുയി മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നില്ല. രാഷ്ട്രീയപരമായി ആർ ജെ ഡിക്ക് വലിയ മുൻതൂക്കമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ സർവേയിലടക്കം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആർ ജെ ഡിക്ക് അത്രയും വലിയ ഭൂരിപക്ഷമൊന്നും കിട്ടില്ല എന്ന് തന്നെയാണ് അഭിപ്രായ സർവേകളിൽ പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ രേഖപ്പെടുത്തുന്നത്. നിയമസഭയിലേതുപോലെയല്ല സാധാരണയായി ആർ ജെ ഡിക്ക് ലോക്സഭയിൽ മുന്നേറ്റം കുറവാണ്. ബി ജെ പിക്കാണ് കൂടുതൽ ആധിപത്യം. ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി ഇന്നേ വരെ ബീഹാറിൽ വന്നിട്ടില്ല. രാഷ്ട്രീയപരമായി ആർ ജെ ഡിക്ക് നേട്ടങ്ങൾ പലതും കൊയ്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ലോക്സഭയിൽ അത് കൺവേർട്ടഡായി മാറ്റപ്പെടുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ എണ്ണം പോലും ആർ ജെ ഡി ജയിച്ചില്ല എന്നുള്ളത് ഇതിനുദാഹരണമാണ്. എന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി നിയമസഭയിൽ ആർ ജെ ഡി ആണ് താനും. ഇത്തരത്തിലുള്ള ഒരു വൈരുദ്ധ്യം ബീഹാർ നിയമസഭയിലെയും ബീഹാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും കാര്യത്തിൽ നിറഞ്ഞാടുന്നുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ലാലു പ്രസാദിന് കൃത്യമായി അറിയാം. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള തേജസ്വി യാദവ് ഒരു കാര്യം നിതീഷ് കുമാറിൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ ഇനി അടുത്ത തവണ മുഖ്യമന്ത്രിയാകാൻ വ്യാമോഹിക്കേണ്ട. നിങ്ങളെ ഞങ്ങൾ 7 അയലത്ത് അടുപ്പിക്കുകയില്ല. നിങ്ങൾക്ക് എന്ത് അധികാരക്കൊതി ഉണ്ടെങ്കിലും എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാലും നിങ്ങളെ അങ്ങോട്ട് ഇരുത്തത്തില്ല. ഭാവി മുഖ്യമന്ത്രി എന്ന് തേജസ്വിയുടെ കൈ ഉയർത്തിപ്പിടിച്ച് വാഗ്ദാനം ചെയ്ത വ്യക്തിയാണ് നിതീഷ് കുമാർ. എന്നിട്ടാണ് ഇമാതിരി പണി കാണിച്ചത്. അത് ജനങ്ങൾ പൊറുക്കില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് അത്രമാത്രം വിവരമില്ല എന്നൊന്നും നിതീഷ് കുമാർ ധരിച്ചു വെക്കരുത്. ബീഹാറിൽ കഴിഞ്ഞ കുറേ നാളുകളായി സാമ്പത്തികപരമായ വളർച്ചയോ തൊഴിൽ സാധ്യതയോ ഒന്നും ഇല്ലാതെ വികസിതമായ സംസ്ഥാനമാക്കാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ബീഹാറിനൊരു പ്രത്യേക പദവി വേണമെന്ന പാക്കേജിന് വേണ്ടി പോലും നിതീഷ് കുമാർ ബഹളം വയ്ക്കുന്നതല്ലാതെ അത് നടപ്പിലാക്കാൻ ബി ജെ പി ശ്രമിച്ചിട്ടുമില്ല. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ നിതീഷ് കുമാറും മോദിയും തമ്മിൽ പിണങ്ങാറുള്ളത് കൊണ്ട് തന്നെ അത് ഇത്തവണ രാഷ്ട്രീയ വിഷയമാക്കാൻ തന്നെയാണ് ആർ ജെ ഡിയുടെ തീരുമാനം. അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ളതും ആർ ജെ ഡിയുടെ രാഷ്ട്രീയ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ നിതീഷ് കുമാർ എന്നതും കൃത്യമായി തന്നെ തേജസ്വി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.